വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം. വർഷങ്ങൾ കടന്നുപോയി. ദാവീദ് രാജാവ് വൃദ്ധനായി. അവർ അവനെ പുതപ്പുകൊണ്ട് മൂടിയെങ്കിലും അവന് ചൂട് ലഭിച്ചില്ല. അവൻ്റെ പരിചാരകന്മാർ പറഞ്ഞു, യജമാനനായ രാജാവിനു വേണ്ടി ഒരു യുവകന്യകയെ അന്വേഷിക്കാം. അവൾ രാജസന്നിധിയിൽ നിൽക്കുകയും അവന് പരിചാരികയായി മാറുകയും ചെയ്യട്ടെ. അവൾ അവൻ്റെ മാറിൽ കിടക്കട്ടെ. അങ്ങനെ എൻ്റെ യജമാനനായ രാജാവിന് ചൂട് ലഭിക്കട്ടെ. അവർ ഒരു യുവസുന്ദരിയെ ഇസ്രായേൽ പ്രദേശത്തെല്ലാം അന്വേഷിച്ചു. ശൂനാങ്കാരി അഭിഷാഗിനെ അവർ കണ്ടെത്തി രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ യുവതി അതീവ സുന്ദരിയായിരുന്നു. അവൾ രാജാവിന് പരിചാരികയായി തീരുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. അക്കാലത്ത് കഹീത്തിൻ്റെ മകൻ അദോനിയ ഞാൻ രാജാവാകും എന്ന് വീമ്പ് പറഞ്ഞ് അവൻ തനിക്ക് വേണ്ടി രഥങ്ങളും കുതിരക്കാരെയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും അവൻ്റെ പിതാവ് അവനെ വിഷമിപ്പിച്ചിരുന്നില്ല. അബ്സലോമിന് ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു. അദോനിയായുടെ വാക്കുകൾ സെരുയായുടെ മകൻ യോബാബുമായും പുരോഹിതൻ അബിയാദറുമായും ആശയപരമായി ചേർന്നു പോകുന്നതായിരുന്നു. അവർ അവന് പിന്തുണ നൽകി. എന്നാൽ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതൻ സാദോക്ക്, യഹോയാദായുടെ മകൻ ബനായ, പ്രവാചകൻ നാഥാൻ, ധീരയോദ്ധാക്കളായ ശിമെയി, റെയ് എന്നിവർ അദോനിയായോടൊപ്പം ചേർന്നില്ല. അദോനിയ എൻറോഹലിന് സമീപമുള്ള സൊഹേലത്ത് എന്ന കല്ലിൽ ആടുകളെയും കാളകളെയും മെഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു. രാജകുമാരന്മാരായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യൂദായിലെ രാജസേവകന്മാരായ എല്ലാ ആൾക്കാരെയും അവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ നാഥാൻ, ബനായ, യോദ്ധാക്കൾ, തൻ്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചിരുന്നില്ല. നാഥാൻ സോളമൻ്റെ അമ്മ ബത്ശബായോട് ഇപ്രകാരം പറഞ്ഞു, ഹഗീത്തിൻ്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നത് നീ കേട്ടില്ലേ? എന്നാൽ നമ്മുടെ യജമാനനായ ദാവീദ് ഇത് അറിയുന്നുമില്ല. നീ ഇപ്പോൾ വരിക, ഞാൻ നിനക്കൊരു ഉപായം പറഞ്ഞു തരാം. നീ നിന്നെ തന്നെയും നിന്റെ പുത്രൻ സോളമൻ്റെയും ജീവൻ രക്ഷിക്കുക. നീ പോയി ദാവീദ് രാജാവിൻ്റെ പക്കൽ ചെന്ന് അവനോട് ചോദിക്കണം, എൻ്റെ നാഥനായ രാജാവേ, നിന്റെ മകൻ സോളമൻ എനിക്ക് ശേഷം രാജാവാകുകയും അവൻ എൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുകയും ചെയ്യും എന്ന് അങ്ങയുടെ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടുള്ളതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദോനിയ രാജാവാകുന്നത്? നീ അവിടെ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്റെ വാക്കുകൾ സ്ഥിരീകരിച്ചു കൊള്ളാം. ബത്ശബ മുറിയിൽ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. രാജാവ് ഏറെ വൃദ്ധനായിരുന്നു. ശൂനാങ്കാരി അഭിഷാഗ് രാജാവിനെ പരിചരിക്കുന്നുണ്ടായിരുന്നു. ബത്ശബ രാജാവിനെ താണുവണങ്ങി. രാജാവ് അവളോട് ചോദിച്ചു, നിനക്കെന്തു വേണം? അവൾ അവനോട് പറഞ്ഞു, എൻ്റെ നാഥ, നിന്റെ മകൻ സോളമൻ എനിക്ക് ശേഷം രാജാവാകും. അവൻ എൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എന്ന് അങ്ങയുടെ ദൈവമായ കർത്താവിനെ കൊണ്ട് അങ്ങയുടെ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടുള്ളതാണല്ലോ. ഇപ്പോഴിതാ അദോനിയ രാജാവായിരിക്കുന്നു. എന്നിട്ടും അങ്ങ് എൻ്റെ നാഥനായ രാജാവ് അത് അറിയുന്നുമില്ല. അവൻ കാളയെയും കൊഴുത്ത അനേകം ആടുകളെയും ബലിയർപ്പിക്കുകയും എല്ലാ രാജകുമാരന്മാരെയും പുരോഹിതൻ അബിയാദറിനെയും സൈന്യാധിപൻ യോബാബിനെയും ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചതുമില്ല. ഇപ്പോൾ എൻ്റെ നാഥനായ രാജാവേ, ഇസ്രായേലിൻ്റെ മുഴുവൻ കണ്ണുകളും അങ്ങയുടെ നേർക്കാണ്. എൻ്റെ നാഥനായ രാജാവിൻ്റെ സിംഹാസനത്തിൽ അങ്ങേക്ക് ശേഷം ആര് ഉപവിഷ്ടനാകുമെന്ന് അവരോട് പ്രഖ്യാപിക്കേണ്ടതിനാണിത്. തൻ്റെ പിതാക്കന്മാരോടൊപ്പം
എൻ്റെ നാഥനായ രാജാവ് ശയിച്ചു കഴിയുമ്പോൾ ഞാനും എൻ്റെ മകൻ സോളമനും കുറ്റാരോപിതരാകും. ഇതാ, അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാഥാൻ പ്രവാചകൻ വന്നു. അവൻ രാജാവിനെ, ഇതാ പ്രവാചകൻ നാഥാൻ എന്നറിയിച്ചു. അവൻ രാജസന്നിധിയിൽ പ്രവേശിച്ച് മുഖം നിലം പറ്റെ കുനിഞ്ഞ് രാജാവിനെ വണങ്ങി. നാഥാൻ ചോദിച്ചു, എൻ്റെ യജമാനനായ രാജാവേ, അദോനിയ എനിക്ക് ശേഷം രാജാവാകും, എൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എന്ന് അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് ഇറങ്ങിച്ചെന്ന് കാളകളെയും കൊഴുത്ത അനേകം ആടുകളെയും ബലിയർപ്പിക്കുകയും എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അബിയാദറിനെയും ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ, അവർ അവൻ്റെ മുമ്പാകെ തിന്നുകുടിച്ച് അദോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പ് വിളിക്കുന്നു. എന്നാൽ അങ്ങയുടെ ദാസനായ എന്നെയും പുരോഹിതൻ സാദോക്കിനെയും യഹോയാദായുടെ മകൻ ബെനായയെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല. ഇക്കാര്യം എൻ്റെ യജമാനായ രാജാവിൻ്റെ പക്കൽ നിന്നാണോ? അങ്ങയുടെ കാലശേഷം എൻ്റെ യജമാനനായ രാജാവിൻ്റെ സിംഹാസനത്തിൽ ആര് ഉപവിഷ്ടനാകുമെന്ന് അങ്ങയുടെ ദാസരെ അങ്ങ് അറിയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ദാവീദ് രാജാവ് മറുപടിയായി പറഞ്ഞു, ബത്ശബായെ എൻ്റെ അടുത്തേക്ക് വിളിക്കുവിൻ. അവൾ വന്ന് രാജാവിൻ്റെ മുമ്പാകെ നിന്നു. അപ്പോൾ രാജാവ് ശപഥം ചെയ്തു പറഞ്ഞു, സകല കഷ്ടതകളിലും നിന്ന് എൻ്റെ ജീവനെ വീണ്ടെടുത്ത കർത്താവാണേ, നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം രാജാവാകും. അവൻ എൻ്റെ സിംഹാസനത്തിൽ എനിക്ക് പകരം ഉപവിഷ്ടനാകും എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് ഞാൻ എപ്രകാരം ശപഥം ചെയ്തുവോ അപ്രകാരം തന്നെ ഇന്ന് ഞാൻ പ്രവർത്തിക്കും. ബത്ശബ മുഖം നിലം പറ്റെ കുനിഞ്ഞ് രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ നാഥനായ ദാവീദ് രാജാവ് നിത്യം ജീവിക്കട്ടെ. ദാവീദ് രാജാവ് ആജ്ഞാപിച്ചു, പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബെനായയെയും എൻ്റെ അടുത്തേക്ക് വിളിക്കുവിൻ. അവർ രാജസന്നിധിയിൽ ഹാജരായപ്പോൾ രാജാവ് അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ യജമാനൻ്റെ സേവകരെയും കൂട്ടി എൻ്റെ മകൻ സോളമനെ എനിക്കായുള്ള കോവർ കഴുതയുടെ മേൽ എഴുന്നള്ളിച്ച് ഗീഹോനിലേക്ക് ഇറക്കിക്കൊണ്ടു ചെല്ലുവിൻ. അവിടെ വച്ച് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യണം. നിങ്ങൾ കാഹളം മുഴക്കി സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പ്രഖ്യാപിക്കണം. അതിനുശേഷം അവൻ്റെ പിന്നാലെ നിങ്ങളും കയറിപ്പോരണം. അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ. ഇസ്രായേലിൻ്റെയും യൂദയായുടെയും അധിപനായി അവനെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. യഹോദായയുടെ മകൻ ബെനായ രാജാവിനോട് പ്രതിവചിച്ചു, ആമേൻ. എൻ്റെ യജമാനനായ രാജാവിൻ്റെ ദൈവമായ കർത്താവും അപ്രകാരം തന്നെ കൽപ്പിക്കട്ടെ. കർത്താവ് എൻ്റെ യജമാനനായ രാജാവിനോടുകൂടെ ആയിരുന്നതുപോലെ സോളമനോടുകൂടെയും ആയിരിക്കട്ടെ. അവൻ്റെ സിംഹാസനം അവിടുന്ന് എൻ്റെ യജമാനനായ ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തേക്കാൾ മഹത്തരമാക്കട്ടെ. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും യഹോദായയുടെ മകൻ ബെനായായും കെറോത്തുകാരും പെലോത്തുകാരും ഇറങ്ങിച്ചെന്ന് സോളമനെ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതയുടെ മേൽ എഴുന്നള്ളിച്ച് ഗീഹോനിലേക്ക് ആനയിച്ചു. പുരോഹിതൻ സാദോക്ക് കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു. അവർ കാഹളം മുഴക്കിയപ്പോൾ ജനമൊന്നാകെ ആർപ്പു വിളിച്ചു, സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ. ജനം മുഴുവൻ അവൻ്റെ പിന്നാലെ കയറി ചെന്നു. നൃത്തം ചവിട്ടിയും സ്തുതികൾ ഉയർത്തിയും ജനം വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ സ്വരം കേട്ട് ഭൂമി പിളരുമെന്നായി. അദോനിയായും അവനോടൊപ്പമുള്ള ക്ഷണിക്കപ്പെട്ടവരും ആ സ്വരം കേട്ടപ്പോൾ ഭക്ഷിക്കുന്നത് അവസാനിപ്പിച്ചു. യോവാബ് കാഹളനാദം കേട്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നഗരത്തിൽ ആരവം മുഴങ്ങുന്നത്? അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ ഇതാ, പുരോഹിതൻ അബിയാദറിൻ്റെ മകൻ ജോനാഥൻ അവിടെ വന്നു. അദോനിയ അവനോട് പറഞ്ഞു, വരൂ, നീ ധീരനായവൻ തന്നെ, സ്വദ്വാർത്തിയാകും നീ ഉദ്ഘോഷിക്കുന്നത്. ജോനാഥൻ അദോനിയായോട് മറുപടി പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബെനായയെയും കെറേത്തുകാരെയും പെലേത്തുകാരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട്.
അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത്. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും കൂടെ ഗീഹോനിൽ വച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അവർ ആഹ്ലാദത്തോടെ അവിടെ നിന്ന് കയറിപ്പോയിരിക്കുന്നു. പട്ടണം ഇളകിമറിയുകയാണ്. അതാണ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം. മാത്രമല്ല, രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനാവുകയും ചെയ്തിരിക്കുകയാണ്. കൂടാതെ രാജാവിൻ്റെ സേവകർ നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അനുഗ്രഹിക്കാൻ ചെന്ന്, അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമം അങ്ങയുടേതിനേക്കാൾ ഉത്തമവും അവൻ്റെ സിംഹാസനം അങ്ങയുടെ സിംഹാസനത്തേക്കാൾ മഹത്തരവുമാകട്ടെ എന്ന് ആശംസിച്ചു. രാജാവ് കിടക്കയിൽ വച്ച് തന്നെ നമിച്ചു. രാജാവ് ഇപ്രകാരം പറയുക കൂടി ചെയ്തു: എൻ്റെ കണ്ണുകൾ കാണുകെ എൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരുവനെ നൽകിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അപ്പോൾ അദോനിയായുടെ അതിഥികൾ വിറച്ചെഴുന്നേറ്റ് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോയി. സോളമനെ ഭയപ്പെട്ടതിനാൽ അദോനിയ എഴുന്നേറ്റ് ചെന്ന് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ മുറുകെ പിടിച്ചു. സോളമൻ രാജാവ് തൻ്റെ ദാസനെ വാളുകൊണ്ട് വധിക്കുകയില്ലെന്ന് ഇന്ന് എന്നോട് ശപഥം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദോനിയ സോളമനെ ഭയന്ന് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കപ്പെട്ടു. അപ്പോൾ സോളമൻ പറഞ്ഞു: അവൻ യോഗ്യനെങ്കിൽ അവൻ്റെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല. എന്നാൽ അവനിൽ തിന്മ കണ്ടെത്തിയാൽ അവൻ മരിക്കും. സോളമൻ രാജാവ് അവനെ ആളയച്ചു ബലിപീഠത്തിങ്കൽ നിന്ന് ഇറക്കി. അവൻ വന്ന് സോളമൻ രാജാവിനെ വണങ്ങി. സോളമൻ അവനോട് പറഞ്ഞു: നീ നിന്റെ വീട്ടിൽ പോയിക്കൊള്ളുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം. ദാവീദിൻ്റെ അന്ത്യദിനങ്ങൾ അടുത്തപ്പോൾ തൻ്റെ പുത്രൻ സോളമനെ അവൻ ഇപ്രകാരം അനുശാസിച്ചു: എല്ലാ ഭൂവാസികളുടെയും പാതയിൽ ഞാനും പോകുന്നു. നീ ശക്തനാകുക, പൗരുഷമുള്ളവനാകുക. നീ എവിടേക്കെല്ലാം തിരിഞ്ഞാലും എന്തെല്ലാം ചെയ്താലും അവ വിജയമണിയേണ്ടതിന് മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റി അവിടുത്തെ മാർഗത്തിൽ ചരിച്ച് അവിടുത്തെ ചട്ടങ്ങളും അനുശാസനങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും നീ പാലിക്കണം. ഇത് നിന്റെ മക്കൾ എൻ്റെ മുമ്പാകെ വിശ്വസ്തരായി ചരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ തങ്ങളുടെ വഴി കാത്തുപാലിച്ചാൽ ഇസ്രായേൽ സിംഹാസനത്തിൽ നിന്ന് നിൻ്റേതായ ഒരാളും വിച്ഛേദിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള തൻ്റെ വാക്ക് ഉറപ്പിക്കേണ്ടതിനാണ്. ഇസ്രായേലിലെ 2 സൈന്യാധിപന്മാരോട്, നേറിൻ്റെ മകൻ അബ്നേറിനോടും യദേറിൻ്റെ മകൻ അമാസയോടും സെരുയായുടെ മകൻ യോവാബ് ചെയ്തതുവഴി അവൻ എന്നോട് എപ്രകാരമാണ് വർത്തിച്ചതെന്നും നിനക്കറിയാമല്ലോ. അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് അവൻ സമാധാനകാലത്ത് യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിൽ വരിച്ചുവച്ചു. അവൻ്റെ അരപ്പട്ടയിലും പാദുകങ്ങളിലും അവൻ യുദ്ധരക്തം വീഴ്ത്തി. അതുകൊണ്ട് നിന്റെ ജ്ഞാനത്തിനൊത്ത് നീ പ്രവർത്തിക്കണം. അവൻ്റെ നരച്ച തല സമാധാനത്തോടെ പാതാളത്തിലിറങ്ങാൻ നീ അനുവദിക്കരുത്. എന്നാൽ ഹിലയാതുകാരനായ ബർസില്ലായുടെ മക്കളോട് നീ കാരുണ്യം കാണിക്കണം. നിന്റെ മേശയിൽ ഭക്ഷിക്കുന്നവരോടൊപ്പം അവരും ഉണ്ടാകട്ടെ. കാരണം നിന്റെ സഹോദരൻ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ ഇപ്രകാരം എന്നോട് ചേർന്ന് നിന്നു: ബഹുറിൻകാരനും ബെഞ്ചമിനുമായ ഗെറായുടെ മകൻ ഷിമേയി ഇതാ നിന്നോടൊപ്പമുണ്ടല്ലോ. ഞാൻ മഹനായിമിലേക്ക് പോയപ്പോൾ അവൻ എന്നെ കഠിനമായ രോഷത്തോടെ ശപിച്ചു. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേൽക്കാൻ ഇറങ്ങി വന്നു. അതിനാൽ നിന്നെ ഞാൻ വാളിനിരയാക്കുകയില്ല എന്ന് അവനോട് ഞാൻ കർത്താവിൽ ശപഥം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവനെ നീ കുറ്റവിമുക്തനാക്കരുത്. നീ ബുദ്ധിമാനായതിനാൽ അവനോട് എന്തു ചെയ്യണമെന്ന് നിനക്കറിയാം. അവൻ്റെ നരച്ച തല രക്തത്തോടെ നീ പാതാളത്തിലെത്തിക്കണം. ദാവീദ് സ്വപിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ ദാവീദിൻ്റെ പട്ടണത്തിൽ സംസ്കരിക്കപ്പെട്ടു. ദാവീദ് ഇസ്രായേലിൽ രാജഭരണം നടത്തിയത് 40 വർഷക്കാലമായിരുന്നു. ഹെബ്രോണിൽ 7 വർഷം ഭരിച്ചു.
33 വർഷം ജെറുസലേമിലും അവൻ ഭരണം നടത്തി. സോളമൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായി. അവൻ്റെ രാജ്യം സുസ്ഥാപിതമായി. അങ്ങനെയിരിക്കെ ഹഹീത്തിൻ്റെ മകൻ അദോനിയ സോളമൻ്റെ അമ്മ ബത്ശബായയുടെ പക്കൽ ചെന്നു. നിന്റെ വരവ് സമാധാനപരമാണോ എന്ന് അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, സമാധാനപരം. എന്നാൽ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞുകൊള്ളുക. അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, രാജത്വം എനിക്കുള്ളതായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഭരണം നടത്തേണ്ടതിനായി എൻ്റെ മേലായിരുന്നു ഇസ്രായേൽ മുഴുവൻ തങ്ങളുടെ മുഖം ഉറപ്പിച്ചിരുന്നത്. എന്നാൽ രാജ്യഭരണം മാറിത്തിരിഞ്ഞ് എൻ്റെ സഹോദരൻ്റേതായി തീർന്നു. കർത്താവിൽ നിന്നാണല്ലോ അത് അവൻ്റേതായത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മുഖം നീ തിരസ്കരിക്കരുത്. അവൾ അവനോട് പറഞ്ഞു, പറഞ്ഞുകൊള്ളുക. അവൻ അഭ്യർത്ഥിച്ചു, ശൂനാംകാരി അഭിഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറഞ്ഞാലും, കാരണം അവൻ നിന്റെ മുഖം തിരസ്കരിക്കുകയില്ല. കൊള്ളാം, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം. ബത്ശബ പറഞ്ഞു. ബത്ശബ അദോനിയായ്ക്ക് വേണ്ടി സോളമൻ രാജാവിനോട് സംസാരിക്കാനായി ചെന്നു. രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റു വണങ്ങി. തുടർന്ന് അവൻ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. രാജമാതാവിനുള്ള ഇരിപ്പിടം തയ്യാറായി. അവൾ അവൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ചോദിക്കുന്നു. എൻ്റെ മുഖം തിരസ്കരിക്കരുത്. അവൾ പറഞ്ഞു. രാജാവ് അവളോട് പറഞ്ഞു, എൻ്റെ അമ്മേ, നീ ചോദിച്ചുകൊള്ളുക. തീർച്ചയായും ഞാൻ നിന്റെ മുഖം തിരസ്കരിക്കുകയില്ല. അവൾ പറഞ്ഞു, ശൂനാംകാരി അഭിഷാഗിനെ നിന്റെ സഹോദരൻ അദോനിയായ്ക്ക് ഭാര്യയായി നൽകാൻ ഇടയാക്കണം. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവദിച്ചു, ശൂനാംകാരി അഭിഷേകിനെ അദോനിയായ്ക്ക് വേണ്ടി ചോദിക്കുന്നത് എന്തിനാണ്? രാജ്യവും അവന് വേണ്ടി ചോദിക്കാമായിരുന്നില്ലേ? അവൻ എന്നേക്കാളും മൂത്ത സഹോദരനാണല്ലോ. പുരോഹിതൻ അബിയാതറും സെരുയായുടെ മകൻ യോവാബും അവനുണ്ടല്ലോ. അനന്തരം സോളമൻ കർത്താവിനെ കൊണ്ട് ഇപ്രകാരം ശപഥം ചെയ്തു, അദോനിയായുടെ ജീവൻ കൊണ്ട് ഈ കാര്യത്തിന് അവൻ മറുപടി പറയുന്നില്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെയും അതിലധികവും ചെയ്തു കൊള്ളട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നെ സ്ഥാപിച്ച് ഉപവിഷ്ടനാക്കുകയും വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ എനിക്കൊരു ഭവനം തീർക്കുകയും ചെയ്ത ജീവിക്കുന്ന കർത്താവാണേ അദോനിയ ഇന്നു തന്നെ മരിക്കണം. സോളമൻ രാജാവ് യഹോയാദായുടെ മകൻ ബെനായ വഴി ആളയച്ചു. അയാൾ അവനെ നേരിട്ടു. അങ്ങനെ അവൻ മരിച്ചു. പുരോഹിതൻ അബിയാദറിനോട് രാജാവ് പറഞ്ഞു, അനാത്തോത്തിലേക്ക് നിന്റെ വയലിലേക്ക് നീ പോയിക്കൊള്ളണം. നീയും മരണത്തിന് അർഹനാണ്. എങ്കിലും ഈ ദിവസം ഞാൻ നിന്നെ വധിക്കുന്നില്ല. കാരണം നാഥനായ കർത്താവിൻ്റെ പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുമ്പിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവ് കഷ്ടപ്പെട്ടപ്പോഴെല്ലാം നീയും കഷ്ടപ്പെട്ടിരുന്നു. സോളമൻ അബിയാദറിനെ കർത്താവിൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നീക്കം ചെയ്തു. കർത്താവ് ഷീലോയിൽ വച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുൾ ചെയ്ത വചനം പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത്. ഈ വാർത്ത യോവാബിൻ്റെ പക്കലെത്തി. അബ്സലോമിലേക്ക് യോവാബ് ചാഞ്ഞിരുന്നില്ലെങ്കിലും അദോനിയായിലേക്ക് അവൻ ചാഞ്ഞിരുന്നു. അവൻ കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചു. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ഓടിച്ചെന്ന് ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് സോളമൻ രാജാവിനോട് അറിയിക്കപ്പെട്ടു. സോളമൻ യഹോയാദായുടെ മകൻ ബെനായയെ അയച്ചുകൊണ്ട് പറഞ്ഞു, നീ പോയി അവനെ നേരിടുക. ബെനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പറഞ്ഞു, നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും. യോവാബ് ഇങ്ങനെ പറഞ്ഞു, ഇപ്രകാരം എന്നോട് പ്രതിവദിച്ചു എന്ന് പറഞ്ഞ് രാജാവിന് ബെനായ സന്ദേശം തിരികെ എത്തിച്ചു. രാജാവ് അവനോട് കൽപ്പിച്ചു,
അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്നു കുഴിച്ചിടുക. അങ്ങനെ യോവാബ് ചിന്തിയ നിഷ്കളങ്ക രക്തം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീ നീക്കിക്കളയണം. അവൻ്റെ രക്തകുറ്റം അവൻ്റെ ശിരസിൽ തന്നെ കർത്താവ് തിരികെ വരുത്തട്ടെ. അവനേക്കാൾ ധർമ്മിഷ്ഠരും നല്ലവരുമായിരുന്ന രണ്ടാളുകളെ, ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യദേറിൻ്റെ മകനുമായ അമാസയെയും അവൻ വാളിനിരയാക്കി. എൻ്റെ പിതാവായ ദാവീദാകട്ടെ അത് അറിഞ്ഞിരുന്നുമില്ല. അവരുടെ രക്തം യോവാബിൻ്റെ ശിരസിന്മേലും അവൻ്റെ സന്തതികളുടെ ശിരസിന്മേലും എന്നേക്കുമായി തിരിച്ചെത്തട്ടെ. എന്നാൽ ദാവീദിനും അവൻ്റെ സന്തതിക്കും അവൻ്റെ കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൽ നിന്ന് സമാധാനം എന്നേക്കും ഉണ്ടാകട്ടെ. യഹോയാദായുടെ മകൻ ബെനായ കയറിച്ചെന്ന് അവനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. മരുഭൂമിയിലുള്ള ഭവനത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവനു പകരം സൈന്യത്തിന്മേൽ യഹോയാദായുടെ മകൻ ബെനായയെ രാജാവ് നിയമിച്ചു. അബിയാദറിനു പകരം പുരോഹിതനായ സാദോക്കിനെയും രാജാവ് നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ശിമെയിയെ വിളിപ്പിച്ച് അവനോട് പറഞ്ഞു, ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക. അവിടെ നിന്ന് അങ്ങുമിങ്ങും പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ തീർച്ചയായും മരിക്കും എന്ന് നന്നായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ ശിരസിൽ തന്നെയായിരിക്കും. അപ്പോൾ രാജാവിനോട് ശിമെയി പറഞ്ഞു, അത് ശരിയായ കാര്യം തന്നെ. എൻ്റെ യജമാനനായ രാജാവ് ആജ്ഞാപിക്കുന്നത് പോലെ അങ്ങയുടെ ദാസൻ ചെയ്തു കൊള്ളാം. അങ്ങനെ വളരെ നാളുകൾ ശിമെയി ജെറുസലേമിൽ വസിച്ചു. 3 വർഷത്തിനൊടുവിൽ ശിമെയിയുടെ 2 അടിമകൾ മാഹായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഒളിച്ചോടി. നിന്റെ അടിമകൾ ഇതാ ഗത്തിലുണ്ട് എന്ന് അവർ ശിമെയിയെ അറിയിച്ചു. ശിമെയി എഴുന്നേറ്റ് തൻ്റെ കഴുതയ്ക്ക് ജീനിയിട്ട് അടിമകളെ അന്വേഷിക്കാൻ ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു. ശിമെയി ചെന്ന് തൻ്റെ അടിമകളെ ഗത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ശിമെയി ജെറുസലേമിൽ നിന്ന് ഗത്തിൽ പോയി മടങ്ങിയെത്തി എന്ന് സോളമന് വിവരം ലഭിച്ചു. രാജാവ് ആളയച്ച് ശിമെയിയെ വിളിപ്പിച്ച് അവനോട് പറഞ്ഞു, നീ പുറപ്പെട്ട് അങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന ദിവസം തീർച്ചയായും നീ മരിക്കുമെന്ന് നന്നായി അറിഞ്ഞുകൊള്ളണമെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതല്ലേ? ഞാൻ ഈ കേൾക്കുന്ന കാര്യം ഉചിതമാണ് എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുള്ളതും കർത്താവിൻ്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ ശപഥം ചെയ്യിച്ചിട്ടുള്ളതുമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കർത്താവിനോടുള്ള പ്രതിജ്ഞയും ഞാൻ നിന്നെ അനുശാസിച്ച കൽപ്പനയും നീ ലംഘിച്ചത്? രാജാവ് ശിമെയിയോട് തുടർന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് മനസ്സറിവോടെ നീ ചെയ്ത എല്ലാ തിന്മയും നിനക്ക് അറിവുള്ളതാണല്ലോ. നിന്റെ തിന്മ കർത്താവ് നിന്റെ ശിരസിൽ തിരിച്ചു വരുത്തും. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹിക്കപ്പെടുകയും ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുമ്പിൽ എന്നേക്കും സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. രാജാവ് യഹോയാദായുടെ മകൻ ബെനായയോട് കൽപ്പിച്ചപ്പോൾ അയാൾ ചെന്ന് അവനെ നേരിട്ടു. അങ്ങനെ അവൻ മരിച്ചു. അങ്ങനെ രാജ്യഭരണം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ഇതാ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും താങ്ങും തുണയും നീക്കം ചെയ്യുന്നു. എല്ലാവിധ ഭക്ഷണലഭ്യതയും ജലലഭ്യതയും ധീരൻ, പടയാളി, ന്യായാധിപൻ, പ്രവാചകൻ, ഭാവി പറയുന്നവൻ, ശ്രേഷ്ഠൻ, അർദ്ധശതാധിപൻ, മാന്യൻ, ഉപദേഷ്ടാവ്, ഗൂഢജ്ഞാനി, മന്ത്രവാദി എന്നിവരെയും ബാലന്മാരെ ഞാൻ അവരുടെ ഭരണകർത്താക്കളാക്കും. ചാബല്യം അവരെ ഭരിക്കും. ജനം പരസ്പരം പീഡിപ്പിക്കും. ഓരോരുത്തനും തൻ്റെ കൂട്ടുകാരനെയും യുവാക്കൾ വൃദ്ധനെയും അധമൻ മാന്യനെയും ധിക്കരിക്കും. ഒരുവൻ തൻ്റെ പിതൃഭവനത്തിലെ സ്വസഹോദരനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, നിനക്കൊരു മേലങ്കിയുണ്ട്,
നീ ഞങ്ങൾക്ക് നേതാവായിരിക്കുക. ഈ നാശകൂമ്പാരം നിന്റെ അധീനതയിലായിരിക്കും. അന്ന് അവൻ ഉച്ചത്തിൽ മറുപടി പറയും, ഞാൻ വൈദ്യനായിരിക്കുകയില്ല. എൻ്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല. നിങ്ങൾ എന്നെ ജനനേതാവാക്കരുത്. ജെറുസലേമിൻ്റെ കാലിടറുകയും യൂദ നിബന്ധിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും കർത്താവിനെതിരെയാണ്. അവിടുത്തെ മഹത്വത്തിൻ്റെ ദൃഷ്ടികളെ ധിക്കരിക്കാൻ തന്നെ. അവരുടെ മുഖഭാവം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവർ സൊദോമിനെ പോലെ തങ്ങളുടെ പാപം മറയ്ക്കാതെ വർണ്ണിക്കുന്നു. അവർക്ക് ദുരിതം. എന്തെന്നാൽ അവർ തങ്ങൾക്കായി തിന്മ തയ്യാറാക്കിയിരിക്കുന്നു. നല്ലവനായതിനാൽ നീതിമാനോട് നിങ്ങൾ പറയുക, അവരുടെ പ്രവൃത്തികളുടെ ഫലം നിശ്ചയമായും അവർ അനുഭവിക്കും. അധർമ്മിയായതിനാൽ ദുഷ്ടന് ഹാ കഷ്ടം. അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവന് തന്നെ നൽകപ്പെടും. എൻ്റെ ജനം ശിശുവാണ് അവരുടെ മർദ്ദകൻ, സ്ത്രീകളാണ് അവരെ ഭരിക്കുന്നത്. എൻ്റെ ജനമേ, നിങ്ങളുടെ വഴികാട്ടികൾ നിങ്ങളെ വഴിതെറ്റിക്കുന്നു. നിങ്ങളുടെ വഴിച്ചാൽ അവർ വിഴുങ്ങിക്കളഞ്ഞു. കർത്താവ് വാദിക്കാൻ എഴുന്നേറ്റു. ജനതകളെ വിധിക്കാൻ അവിടുന്ന് നിൽക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെയും പ്രഭുക്കളെയും വിധിക്കാൻ കർത്താവ് വരുന്നു. നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ. പാവപ്പെട്ടവരെ കൊള്ളയടിച്ചവ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. എൻ്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ മുഖം ചവിട്ടിയരയ്ക്കാനും നിങ്ങൾക്കെന്തു കാര്യം? സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ്റെ അരുളപ്പാട്. കർത്താവ് അരുൾ ചെയ്യുന്നു, സിയോൻ പുത്രിമാർ ഗർവോടെ കഴുത്തു നീട്ടി നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരും ആയതിനാൽ സിയോൻ പുത്രിമാരുടെ ഉച്ചി നാഥൻ ചിരങ്ങുകൊണ്ട് നിറയ്ക്കും. കർത്താവ് അവരുടെ ഹുക്കിഭാഗം നഗ്നമാക്കും. അവരുടെ പാദസരങ്ങളും തലമുടി നാടകളും ചന്ദ്രകല അലങ്കാരവും അന്ന് നാഥൻ എടുത്തുമാറ്റും. അതോടൊപ്പം കുണ്ടലങ്ങളും വളകളും കവണികളും ശിരോവസ്ത്രങ്ങളും തോൾവളകളും അരപ്പട്ടയും സുഗന്ധ ചിമിഴുകളും ഏലസുകളും മുദ്രമോതിരങ്ങളും മൂക്കുത്തികളും ആഘോഷ വസ്ത്രങ്ങളും മേലങ്കികളും കുപ്പായങ്ങളും ചെറുസഞ്ചികളും ദർപ്പണങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും തലപ്പാവുകളും മൂടുപടങ്ങളുമെല്ലാം പരിമളത്തിനു പകരം ദുർഗന്ധമായിരിക്കും. അരപ്പട്ടയ്ക്ക് പകരം കയർ, പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി, വിലയേറിയ പുറങ്കുപ്പായത്തിനു പകരം ചാക്ക്, സൗന്ദര്യത്തിനു പകരം വടുവും. അവളുടെ പുരുഷന്മാർ വാളാൽ വീഴും. അവളുടെ പ്രബലന്മാർ യുദ്ധത്തിലും. അവളുടെ കവാടങ്ങൾ വിലപിക്കുകയും കേഴുകയും ചെയ്യും. ബലാത്കാരത്തിന് ഇരയായി അവൾ തറയിലിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. അതുകൊണ്ട് അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ. ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല. എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലയിൽ തന്നെ താമസിച്ചു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയ ശേഷം അവനും പോയി.
പരസ്യമായല്ല, രഹസ്യമായി. അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആളുകൾക്കിടയിൽ അവനെപ്പറ്റി പല രഹസ്യം പറച്ചിലുമുണ്ടായി. അവൻ ഒരു നല്ല മനുഷ്യനാണെന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. എങ്കിലും യഹൂദരോടുള്ള ഭയം നിമിത്തം ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ